മൈ നെയിം സൂസൻ. എൻ്റെ പേര് സൂസൻ എന്നാണ്. ഐ ആം 33 ഇയേഴ്സ് ഓൾഡ്. എനിക്ക് 33 വയസ്സാണ് പ്രായം. ഐ ലിവ് വിത്ത് മൈ ലിറ്റിൽ സൺ. ഐ ലിവ് ഞാൻ ജീവിക്കുന്നത് വിത്ത് മൈ ലിറ്റിൽ സൺ. എൻ്റെ ചെറിയ മകൻ്റെ കൂടെയാണ് ഞാൻ ജീവിക്കുന്നത്. എഡ്വാർഡ്. എഡ്വാർഡ് എന്നാണ് മകൻ്റെ പേര്. ഹീ ഈസ് ഓൺലി 6 ഇയേഴ്സ് ഓൾഡ്. അവന് വെറും 6 വയസ്സാണ് പ്രായം. ഹീ ഈസ് മൈ ഹോൾ വേൾഡ്. അവനാണ് എൻ്റെ ലോകം. എൻ്റെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട വ്യക്തി അവനാണ്. ഐ വാസ് വൺസ് മാരീഡ്. ഞാൻ ഒരിക്കൽ വിവാഹിതയായി. ഐ തോട്ട് ഞാൻ കരുതി മൈ ലൈഫ് വാസ് പെർഫെക്റ്റ്. എൻ്റെ ജീവിതം വളരെ നന്നായി പോകുകയാണെന്ന് ഞാൻ കരുതി. ഐ തോട്ട് എന്നാൽ ഞാൻ കരുതി. ബട്ട് എന്നാൽ ഐ വാസ് റോങ്. എനിക്ക് തെറ്റുപറ്റിയിട്ടുണ്ടായിരുന്നു. ഞാൻ ചിന്തിച്ചത് തെറ്റായിരുന്നു. മൈ ഹസ്ബൻഡ് ലെഫ്റ്റ് മീ ഫോർ അനദർ വുമൺ. മൈ ഹസ്ബൻഡ് എൻ്റെ ഭർത്താവ് ലെഫ്റ്റ് മീ എന്നെ ഉപേക്ഷിച്ചു ഫോർ അനദർ വുമൺ മറ്റൊരു സ്ത്രീയെ വിവാഹം ചെയ്യാൻ വേണ്ടി എൻ്റെ ഭർത്താവ് എന്നെ ഉപേക്ഷിച്ചു. ഷീ വാസ് യങ് ആൻഡ് ബ്യൂട്ടിഫുൾ. അവൾ യുവതിയും സുന്ദരിയുമായിരുന്നു. ഹി സെഡ് അദ്ദേഹം പറഞ്ഞു ഹി ഡിഡ് നോട്ട് ലവ് മീ എനിമോർ. അദ്ദേഹം പറഞ്ഞു അദ്ദേഹം എന്നെ ഒട്ടും തന്നെ സ്നേഹിച്ചിരുന്നില്ല എന്ന്. ഹി സെഡ് അദ്ദേഹം പറഞ്ഞു ഹി വാണ്ടഡ് ടു ലിവ് എ ബെറ്റർ ലൈഫ്. അദ്ദേഹത്തിന് നല്ല ഒരു ജീവിതം നയിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. ഹി ഡിഡ് നോട്ട് ഈവൻ കെയർ ദാറ്റ് എഡ്വാർഡ് നീഡഡ് എ ഫാദർ. ഹി ഡിഡ് നോട്ട് ഈവൻ കെയർ അദ്ദേഹം ചിന്തിച്ചില്ല, ഇതിനെക്കുറിച്ച് പോലും അദ്ദേഹം ഓർത്തില്ല. ദാറ്റ് എഡ്വാർഡ് നീഡഡ് എ ഫാദർ അവളുടെ മകനായിട്ടുള്ള എഡ്വാർഡിന് ഒരു അച്ഛനെ വേണമെന്ന് പോലും അദ്ദേഹം ചിന്തിച്ചില്ല, അതിനെപ്പറ്റി പോലും അദ്ദേഹം ഓർത്തില്ല. ദാറ്റ് ഡേ ആ ദിവസം മൈ ഹാർട്ട് എൻ്റെ ഹൃദയം ബ്രോക്ക് ഇൻ ടു 1,000 പീസസ്. ആ ദിവസം എൻ്റെ ഹൃദയം ആയിരക്കണക്കിന് കഷ്ണങ്ങളായിട്ട് മുറിഞ്ഞുപോയി. ഫോർ സം ടൈം കുറച്ചു കാലത്തേക്ക് ഐ ക്രൈഡ് ഞാൻ കരഞ്ഞിരുന്നു. എവരി നൈറ്റ് എല്ലാ ദിവസവും രാത്രി ഞാൻ കരഞ്ഞിരുന്നു. ബട്ട് എന്നാൽ ദെൻ ഐ ലുക്ക്ഡ് അറ്റ് എഡ്വാർഡ്സ് ഫേസ്. എന്നാൽ ഞാൻ എഡ്വാർഡിൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ ആ സമയത്ത് ഹി സ്മൈൽഡ് അറ്റ് മീ അവൻ എന്നോട് ചിരിക്കുന്നു, എന്നെ നോക്കി പുഞ്ചിരിക്കുന്നു. ഹി ആസ്ക്ഡ് മീ ടു പ്ലേ വിത്ത് ഹിം. ഹി ആസ്ക്ഡ് അവൻ ആവശ്യപ്പെട്ടു. ഹി ആസ്ക്ഡ് മീ അവൻ എന്നോട് ആവശ്യപ്പെട്ടു. പ്ലേ വിത്ത് ഹിം അവൻ്റെ കൂടെ കളിക്കാൻ അവൻ എന്നോട് ആവശ്യപ്പെട്ടു. ഹി ഹെൽഡ് മൈ ഹാൻഡ് അവൻ എൻ്റെ കൈ പിടിച്ചു. വെൻ ഐ വാസ് സാഡ് ഞാൻ ദുഃഖിതയായിരിക്കുന്ന സമയത്ത് അവൻ എൻ്റെ കൈ പിടിക്കുമായിരുന്നു. ഹി ഹെൽഡ് എന്നാൽ അവൻ പിടിക്കുമായിരുന്നു. മൈ ഹാൻഡ് എൻ്റെ കൈ. വെൻ ഐ വാസ് സാഡ് ഞാൻ ദുഃഖിതയാകുന്ന സമയത്ത്. ഐ റിയലൈസ്ഡ് എനിക്ക് ബോധ്യമായി ഐ ഹാഡ് നോ റൈറ്റ് ടു ഗിവ് അപ്പ് ഞാൻ കൈവിടാൻ പാടില്ലെന്ന് എനിക്ക് മനസ്സിലായി. എൻ്റെ പ്രതീക്ഷ ഞാൻ ഉപേക്ഷിക്കാൻ പാടില്ലെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. ഗീവ് അപ്പ് എന്നാൽ ഉപേക്ഷിക്കുക, കീഴടങ്ങുക, ഇതൊക്കെയാണ് അർത്ഥം. ഐ ഹാഡ് നോ എന്നാൽ ഇല്ലായിരുന്നു എന്നുള്ള അർത്ഥമാണ്. അതിനുള്ള അവകാശം എനിക്കില്ലായിരുന്നു എന്നുള്ളത് ഞാൻ മനസ്സിലാക്കി. ഐ ഹാഡ് ടു ലിവ് എനിക്ക് ജീവിക്കണമായിരുന്നു, ഞാൻ ജീവിക്കേണ്ടതുണ്ടായിരുന്നു. ഫോർ മൈ സൺ എൻ്റെ മകന് വേണ്ടിയിട്ട് ഞാൻ ജീവിക്കേണ്ടതുണ്ടായിരുന്നു. ഐ ഹാഡ് ടു ബി സ്ട്രോങ് ഫോർ ഹിം. ഐ ഹാഡ് ടു ബി എനിക്ക് ആയിരിക്കേണ്ടതുണ്ടായിരുന്നു. സ്ട്രോങ് ഫോർ ഹിം അവന് വേണ്ടിയിട്ട് ഞാൻ ശക്തിയുള്ളവളായിരിക്കണമായിരുന്നു. ഐ ബിഗാൻ ടു വർക്കിംഗ് ഇൻ എ സ്മോൾ ഹെയർ സലോൺ. സലോൺ എന്നാൽ ഇവിടെ മുടി വെട്ടുന്ന സ്ഥലം എന്നുള്ള അർത്ഥമാണ്. മുടി വെട്ടുന്ന ഒരു സ്ഥലത്ത് ഞാൻ ജോലി ചെയ്യാൻ ആരംഭിച്ചു. ഐ ബിഗാൻ വർക്കിംഗ് ഞാൻ ജോലി ചെയ്യാൻ ആരംഭിച്ചു. ഇൻ എ സ്മോൾ ഹെയർ സലൂൺ ഒരു ചെറിയ ഹെയർ സലൂണിൽ ഞാൻ ജോലി ചെയ്യാൻ തുടങ്ങി. ഐ കട്ട് ഹെയർ ഞാൻ മുടി വെട്ടുന്നു. വാഷ്ഡ് ഹെയർ ഞാൻ മുടി കഴുകുന്നു. ആൻഡ് ക്ലീൻ ദ ഫ്ലോർ ഞാൻ ഫ്ലോർ വൃത്തിയാക്കി. ഈ ജോലികളൊക്കെ ഞാൻ ചെയ്തിരുന്നു. ഐ വർക്ക്ഡ് ഞാൻ ജോലി ചെയ്തിരുന്നു. ലോങ് അവേഴ്സ് നീണ്ട സമയത്തോളം മണിക്കൂറുകളോളം ഞാൻ ജോലി ചെയ്തിരുന്നു. മൈ ബാക്ക് ഹേർട്ട് എൻ്റെ പിറകു വശം വേദനിച്ചിരുന്നു. മൈ ഹാൻഡ്സ് ബേൺഡ് ഫ്രം കെമിക്കൽസ്. മൈ ഹാൻഡ്സ് ബേൺഡ് എൻ്റെ കൈകൾ പൊള്ളിയിരുന്നു. ഫ്രം കെമിക്കൽസ് രാസവസ്തുക്കളുടെ ഉപയോഗം കാരണം എൻ്റെ കൈകൾ പൊള്ളിയിരുന്നു. ബട്ട് എന്നാൽ വെൻ ആ സമയത്ത് വെൻ ഐ കെയിം ഹോം ഞാൻ വീട്ടിലേക്ക് വരുന്ന സമയത്ത് ആൻഡ് സോ എഡ്വാർഡ് വെയിറ്റിംഗ് അറ്റ് ദ ഡോർ ഞാൻ വീട്ടിലേക്ക് തിരിച്ചു വരുന്ന സമയങ്ങളിൽ എഡ്വാർഡ് എന്നെ ഡോറിൻ്റെ അവിടെ വാതിലിൻ്റെ അവിടെ കാത്തിരിക്കുന്നതായിട്ട് ഞാൻ കാണുമായിരുന്നു. ഐ ഫോർഗോട്ട് ഞാൻ മറക്കുമായിരുന്നു. ഓൾ മൈ പെയിൻ ഞാൻ എൻ്റെ എല്ലാ വേദനയും മറക്കുമായിരുന്നു. ഹി വുഡ് ഹഗ് മീ ആൻഡ് സേ
ഹി വുഡ് ഹഗ് മീ, അവൻ എന്നെ കെട്ടിപ്പിടിക്കുമായിരുന്നു ആൻഡ് എന്നിട്ട് പറയുമായിരുന്നു മമ്മി ഐ മിസ്ഡ് യു. ദോസ് വേർഡ്സ്, ആ വാക്കുകൾ ഗേവ് മീ സ്ട്രെങ്ത്, ആ വാക്കുകൾ എനിക്ക് ശക്തി നൽകി. അവർ ലൈഫ് വാസ് നോട്ട് ഈസി, അവർ ലൈഫ് ഞങ്ങളുടെ ജീവിതം വാസ് നോട്ട് ഈസി, ഞങ്ങളുടെ ജീവിതം ലളിതമായിരുന്നില്ല. വി ലിവ്ഡ് ഞങ്ങൾ ജീവിച്ചു ഇൻ എ സ്മോൾ റെൻറ്റഡ് റൂം, ഒരു ചെറിയ വാടക റൂമിൽ ഞങ്ങൾ ജീവിച്ചു. സം നൈറ്റ്സ് ചില രാത്രികളിൽ വി ഹാഡ് ഞങ്ങൾക്കുണ്ടായിരുന്നത് ലിറ്റിൽ ഫുഡ്, അല്പം ഭക്ഷണം മാത്രമായിരുന്നു ചില രാത്രികളിൽ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത്. സം ടൈം ചില സമയങ്ങളിൽ ഐ സ്കിപ്ഡ് ഞാൻ ഉപേക്ഷിച്ചു മീൽസ് ഭക്ഷണം. സോ എഡ്വാർഡ് കുഡ് ഈറ്റ് മോർ, എഡ്വാർഡ് കുഡ് ഈറ്റ് മോർ എന്നാൽ എഡ്വാർഡിന് കൂടുതൽ ഭക്ഷിക്കാൻ സാധിച്ചേക്കും എന്നുള്ള അർത്ഥം. ഈറ്റ് എന്നാൽ ഭക്ഷണം കഴിക്കുക. ചില സമയങ്ങളിൽ ഞാൻ എൻ്റെ ഭക്ഷണം ഉപേക്ഷിച്ചിരുന്നു, കാരണം എഡ്വാർഡിന് കൂടുതൽ കഴിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ഉപേക്ഷിച്ചാൽ എഡ്വാർഡിന് കൂടുതൽ ഭക്ഷണം കഴിക്കാം, അതിനു വേണ്ടിയിട്ട് ചില സമയങ്ങളിൽ ഞാൻ എൻ്റെ ഭക്ഷണങ്ങൾ ഉപേക്ഷിച്ചിരുന്നു. ബട്ട് എന്നാൽ ഐ നെവർ ലെറ്റ് ഹിം ഫീൽ ഹംഗ്രി, ഐ നെവർ ലെറ്റ് ഹിം ഞാൻ ഒരിക്കലും അവനെ അനുവദിച്ചിരുന്നില്ല, ഫീൽ ഹംഗ്രി വിശന്നു വലയാൻ ഞാൻ അവനെ ഒരിക്കലും അനുവദിച്ചിരുന്നില്ല. ഐ വാണ്ടഡ് ഹിം ടു സ്മൈൽ എനിക്ക് അവനെ പുഞ്ചിരിച്ച് കാണണമായിരുന്നു. ഐ വാണ്ടഡ് ഹിം ടു ഫീൽ സേഫ് എനിക്ക് അവൻ സുരക്ഷിതനായിട്ട് ഇരിക്കണമായിരുന്നു. എഡ്വാർഡ് വാസ് എ ബ്രൈറ്റ് ബോയ്, ബ്രൈറ്റ് എന്നാൽ ഇവിടെ അർത്ഥം സമർത്ഥനായ എന്നുള്ള അർത്ഥമാണ്. എഡ്വാർഡ് ഒരു സമർത്ഥനായ ആൺകുട്ടിയായിരുന്നു. ഹീ ലവ്ഡ് അവൻ ഇഷ്ടപ്പെട്ടിരുന്നു, ടു ഡ്രോ ചിത്രങ്ങൾ വരക്കാൻ അവൻ ഇഷ്ടപ്പെട്ടിരുന്നു. എവരി നൈറ്റ് ബിഫോർ സ്ലീപ്പ്, എവരി നൈറ്റ് എല്ലാ ദിവസവും രാത്രി, ബിഫോർ സ്ലീപ്പ് എല്ലാ ദിവസവും ഉറങ്ങുന്നതിന് മുമ്പായിട്ട്, എല്ലാ ദിവസവും രാത്രി. ഹി വുഡ് ഷോ അവൻ കാണിക്കുമായിരുന്നു, മീ എന്നെ ഹിസ് ഡ്രോവിങ്സ് അവൻ വരച്ച ചിത്രങ്ങൾ എല്ലാ ദിവസവും ഉറങ്ങുന്നതിന് മുമ്പായിട്ട് അവൻ എന്നെ കാണിക്കുമായിരുന്നു. ഹി വുഡ് ഷോ എന്നാൽ അവൻ കാണിക്കുമായിരുന്നു. ഹി വുഡ് സേ അവൻ പറയുമായിരുന്നു, മമ്മി വൺ ഡേ ഐ വിൽ മേക്ക് എ ബിഗ് ഹൗസ് ഫോർ യു, വൺ ഡേ ഒരു ദിവസം, ഐ വിൽ മേക്ക് ഞാൻ ഉണ്ടാക്കും, എ ബിഗ് ഹൗസ് ഒരു വലിയ വീട്, ഫോർ യു നിങ്ങൾക്ക് വേണ്ടി, ഒരു ദിവസം ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു വലിയ വീട് ഉണ്ടാക്കുമെന്ന് അവൻ പറയുമായിരുന്നു. മൈ ഐസ് ഫിൽഡ് വിത്ത് ടിയേഴ്സ്, മൈ ഐസ് എൻ്റെ കണ്ണുകൾ, ഫിൽഡ് നിറഞ്ഞു, വിത്ത് ടിയേഴ്സ് കണ്ണുനീരുകൾ കൊണ്ട് എൻ്റെ കണ്ണുകൾ നിറഞ്ഞു. ബട്ട് എന്നാൽ ഐ ഓൺലി സ്മൈൽഡ് ഞാൻ പുഞ്ചിരിക്കുക മാത്രമേ ചെയ്യാറുണ്ടായിരുന്നുള്ളൂ. ഐ കിസ്ഡ് ഞാൻ ഉമ്മ വച്ചിരുന്നു, ഹിസ് ഫോർഹെഡ് ആൻഡ് സെഡ് ഫോർഹെഡ് എന്നാൽ നെറ്റി എന്നുള്ള അർത്ഥമാണ്. ഐ കിസ്ഡ് ഹിസ് ഫോർഹെഡ് ആൻഡ് സെഡ് ഞാൻ അവൻ്റെ നെറ്റിയിൽ ഉമ്മ വച്ച് പറയുമായിരുന്നു. ദാറ്റ്സ് ഓൾ ഐ ഡ്രീം ഓഫ് യു മൈ ലവ്. ഡേയ്സ് പാസ്റ്റ് ദിവസങ്ങൾ കടന്നുപോയി, ലൈക്ക് ദിസ് ഇതുപോലെ ദിവസങ്ങൾ കടന്നുപോയി. ഐ വർക്ക്ഡ് ഞാൻ ജോലി ചെയ്തു, സ്ട്രഗിൾഡ് കഷ്ടപ്പെട്ടു, ആൻഡ് സ്മൈൽഡ് ത്രൂ പെയിൻ പെയിൻ എന്നാൽ വേദന, സ്മൈൽഡ് എന്നാൽ പുഞ്ചിരിച്ചു. വേദനകൾക്കിടയിലും പുഞ്ചിരിയോടെ മുന്നോട്ടു പോയി. മൈ ഹസ്ബൻഡ് എൻ്റെ ഭർത്താവ്, നെവർ കെയിം ബാക്ക് ഒരിക്കലും തിരിച്ചു വന്നില്ല. ഹി നെവർ ആസ്ക്ഡ് അദ്ദേഹം ഒരിക്കലും ചോദിച്ചില്ല, എബൌട്ട് എഡ്വാർഡ് എഡ്വാർഡിനെ കുറിച്ച് അദ്ദേഹം ഒരിക്കലും ചോദിച്ചില്ല. ഹി നെവർ സെൻഡ് മണി അദ്ദേഹം ഒരിക്കലും പണം അയച്ചില്ല. ഐ സ്റ്റോപ്ഡ് വെയിറ്റിംഗ് കാത്തിരിക്കുന്നത് ഞാൻ അവസാനിപ്പിച്ചു. മൈ സൺ വാസ് ഇനഫ് ഫോർ മീ എനിക്ക് എല്ലാം എൻ്റെ മകനായിരുന്നു, അവൻ മതിയായിരുന്നു എനിക്ക്. ബട്ട് പക്ഷേ വൺ ഈവനിങ് ഒരു ദിവസം വൈകുന്നേരം, സംതിങ് ഹാപ്പൻഡ് ഒരു കാര്യം സംഭവിച്ചു, ദാറ്റ് ചേഞ്ച്ഡ് എവരിത്തിങ് അത് എല്ലാം മാറ്റിമറിച്ചു. എഡ്വാർഡ് ഹാഡ് ബീൻ സിക്ക് ഫോർ എ ഫ്യൂ ഡേയ്സ് സിക്ക് എന്നാൽ രോഗിയായ എന്നുള്ള അർത്ഥമാണ്. കുറച്ച് ദിവസത്തോളമായിട്ട് എഡ്വാർഡിന് അസുഖമായിരുന്നു. ഐ തോട്ട് ഞാൻ കരുതി, ഇറ്റ് വാസ് ജസ്റ്റ് എ കോൾഡ് ഇതൊരു പനി മാത്രമാണ്, കോൾഡ് എന്നാൽ ജലദോഷം എന്നൊക്കെയുള്ള അർത്ഥമാണ്. ഒരു ജലദോഷം മാത്രമാണെന്ന് ഞാൻ കരുതി. ബട്ട് എന്നാൽ വൺ നൈറ്റ് ഒരു ദിവസം രാത്രി, ഹിസ് ബ്രീത്തിങ് ബിക്കെയിം ഹെവി ബിക്കെയിം എന്നാൽ ആയിത്തീർന്നു എന്നുള്ള അർത്ഥമാണ്. ഒരു ദിവസം രാത്രി അവൻ്റെ ശ്വാസോച്ഛ്വാസം കഠിനമായി, അവന് ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാകാൻ തുടങ്ങി. ഹിസ് ചെസ്റ്റ് മൂവ്ഡ് അപ്പ് ആൻഡ് ഡൗൺ ടു ഫാസ്റ്റ് ഹിസ് ചെസ്റ്റ് അവൻ്റെ ചെസ്റ്റ് മൂവ്ഡ് അപ്പ് മുകളിലേക്ക് ഉയർന്നു, ആൻഡ് ഡൗൺ ടു ഫാസ്റ്റ് വേഗത്തിൽ അടിയിലേക്കും പോകുന്നു, അങ്ങനെ ആകാൻ തുടങ്ങി. ടു ഫാസ്റ്റ് എന്നാൽ വളരെ വേഗത്തിൽ അടിയിലേക്ക് പോകുന്നു, മുകളിലേക്ക് ചെസ്റ്റ് ഉയരാനും തുടങ്ങി.
ഹിസ് ഫേസ് അവൻ്റെ മുഖം ടേൺഡ് പെയിൽ. പെയിൽ എന്നാൽ വിളറിയ എന്നുള്ള അർത്ഥമാണ്. അവൻ്റെ മുഖം വിളറിയതായി മാറി. ഐ ഗോട്ട് സ്കെയർഡ് ഞാൻ ഭയപ്പെട്ടു. ഐ ക്യാരിഡ് ഞാൻ എടുത്തു. ഹിം അവനെ ഇൻ മൈ ആംസ് ഞാൻ എൻ്റെ കൈകളിൽ അവനെ എടുത്തു. ആൻഡ് റാൻ ഔട്ട്സൈഡ് റൺ എന്നാൽ ഓടുക, അതിൻ്റെ പോസ്റ്റാണ് റാൻ. ഐ റാൻ ഔട്ട്സൈഡ് ഞാൻ പുറത്തേക്ക് ഓടി. ഇറ്റ് വാസ് റെയിനിങ് മഴ വർഷിക്കുന്നുണ്ടായിരുന്നു. മൈ ഹാൻഡ്സ് വേർ ഷേക്കിംഗ് എൻ്റെ കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. ബട്ട് പക്ഷേ ഐ ഹെൽഡ് ഹിം ക്ലോസ് ഞാൻ അവനെ അടുത്ത് പിടിച്ചു. ദ ഹോസ്പിറ്റൽ വാസ് ഫാർ അവേ ആശുപത്രി ദൂരെയായിരുന്നു. ഫാർ അവേ എന്നാൽ ദൂരെ. ഐ ഡിഡ് നോട്ട് ഹാവ് മണി എൻ്റെ പക്കൽ പണമില്ലായിരുന്നു. ഫോർ എ ടാക്സി ഒരു ടാക്സി പിടിക്കാൻ എൻ്റെ അടുക്കൽ പണമില്ലായിരുന്നു. ഐ ഡിഡ് നോട്ട് ഹാവ് മണി ഫോർ എ ടാക്സി ഒരു ടാക്സി പിടിക്കാൻ എൻ്റെ അടുക്കൽ പണമില്ലായിരുന്നു. ഐ റാൻ ഞാൻ ഓടി. ത്രൂ ദ സ്ട്രീറ്റ്സ് തെരുവുകളിലൂടെ ഞാൻ ഓടി. മൈ ഫീറ്റ് വേർ കോൾഡ് എൻ്റെ കാൽപാദം തണുക്കുന്നുണ്ടായിരുന്നു. ആൻഡ് മൈ ഹാർട്ട് വാസ് ബീറ്റിംഗ് ഫാസ്റ്റ് എൻ്റെ ഹൃദയം വേഗത്തിൽ ഇടിക്കുന്നുണ്ടായിരുന്നു. എഡ്വാർഡ് വിസ്പേർഡ് എഡ്വാർഡ് പതുക്കെ പറഞ്ഞു. വിസ്പർ എന്നാൽ മന്ത്രിക്കുക, പതുക്കെ പറയുക, ഇതൊക്കെയാണ് അർത്ഥം. എഡ്വാർഡ് വിസ്പേർഡ് എഡ്വാർഡ് മന്ത്രിച്ചു. മമ്മി ഐ ആം സ്കെയർഡ് എനിക്ക് ഭയം തോന്നുന്നു. ഐ ഹഗ്ഡ് ഹിം ടൈറ്റർ ഞാൻ അവനെ ശക്തമായി കെട്ടിപ്പിടിച്ചു. ഐ സെഡ് ഞാൻ പറഞ്ഞു. ഡോണ്ട് ബി സ്കെയർഡ് ഭയപ്പെടേണ്ട. മൈ ലവ് മോമി ഈസ് ഹിയർ അമ്മ ഇവിടെയുണ്ട്. അറ്റ് ലാസ്റ്റ് അവസാനം ഐ റീച്ച്ഡ് ദ ഹോസ്പിറ്റൽ ഞാൻ ആശുപത്രിയിൽ എത്തി. ദ ഡോക്ടേഴ്സ് ടുക്ക് ഹിം ഇൻസൈഡ് ഡോക്ടേഴ്സ് അവനെ അകത്തേക്ക് കൊണ്ടുപോയി. ടുക്ക് ഹിം ഇൻസൈഡ് എന്നാൽ അവനെ അകത്തേക്ക് കൊണ്ടുപോയി. ഐ സ്റ്റൂഡ് ഞാൻ നിന്നു. ഔട്ട്സൈഡ് പുറത്ത്. ക്രൈയിങ് കരഞ്ഞുകൊണ്ട് ഞാൻ പുറത്ത് നിന്നു. ഐ പ്രേഡ് ടു ഗോഡ് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. പ്ലീസ് സേവ് മൈ സൺ ദയവായി എൻ്റെ മകനെ രക്ഷിക്കൂ. ടേക്ക് മൈ ലൈഫ് ബട്ട് സേവ് മൈ ചൈൽഡ് ടേക്ക് മൈ ലൈഫ് എൻ്റെ ജീവൻ എടുക്കൂ. ബട്ട് പക്ഷേ സേവ് മൈ ചൈൽഡ് എൻ്റെ കുട്ടിയെ രക്ഷിക്കൂ. എൻ്റെ ജീവൻ എടുത്ത് എൻ്റെ കുട്ടിയെ രക്ഷിക്കൂ. ഞാൻ പ്രാർത്ഥിച്ചു. ആഫ്റ്റർ സം ടൈം കുറച്ച് സമയത്തിന് ശേഷം ദ ഡോക്ടർ കെയിം ഔട്ട് ഡോക്ടർ പുറത്തേക്ക് വന്നു. ഹിസ് ഫേസ് വാസ് സീരിയസ് അദ്ദേഹത്തിൻ്റെ മുഖം കർശനമായിരുന്നു. ഹി സെഡ് അദ്ദേഹം പറഞ്ഞു. എഡ്വാർഡ് ഹാഡ് എ സീരിയസ് ഇൻഫെക്ഷൻ എഡ്വാർഡിന് ഗുരുതരമായിട്ടുള്ള അണുബാധ ബാധിച്ചിട്ടുണ്ടായിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. ഹി നീഡഡ് അവന് വേണമായിരുന്നു. ട്രീറ്റ്മെൻറ്റ് ചികിത്സ ക്വിക്ക്ലി പെട്ടെന്ന് അവന് ചികിത്സ അത്യാവശ്യമായിരുന്നു. ബട്ട് ദ കോസ്റ്റ് വാസ് വെരി ഹൈ എന്നാൽ ചികിത്സക്കുള്ള പണം വളരെ വലുതായിരുന്നു. ഐ ഫെൽറ്റ് എനിക്ക് തോന്നി. ദ ഗ്രൗണ്ട് ഷേക്ക് അണ്ടർ മീ എന്നാൽ എനിക്ക് താഴെയുള്ള, ഷേക്ക് എന്നാൽ കുലുക്കുക. എൻ്റെ കാലുകൾക്ക് അടിയിലുള്ള നിലം കുലുങ്ങുന്നതായിട്ട് എനിക്ക് തോന്നി. ഐ ഹാഡ് നോ മണി എൻ്റെ പക്കൽ പണമില്ലായിരുന്നു. ഐ ബെഗ് ദ ഡോക്ടർ ഞാൻ ഡോക്ടറോട് യാചിച്ചു. ബെഗ് എന്നാൽ യാചിക്കുക. ഐ ക്രൈഡ് ഞാൻ കരഞ്ഞു. ഐ ടോൾഡ് ഹിം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. ഐ വുഡ് വർക്ക് ഡേ ആൻഡ് നൈറ്റ് ഞാൻ രാത്രിയും പകലും ജോലി ചെയ്യാമെന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. ഐ വുഡ് ക്ലീൻ ദ ഹോസ്പിറ്റൽ ഞാൻ ആശുപത്രി വൃത്തിയാക്കാം. ഐ വുഡ് ഡു എനിത്തിങ് ഞാൻ എല്ലാം ചെയ്യാം ഞാൻ ഡോക്ടറോട് പറഞ്ഞു. ഹി ലുക്ക്ഡ് അറ്റ് മീ വിത്ത് പിറ്റി എന്നാൽ ദയ എന്നുള്ള അർത്ഥം. അദ്ദേഹം ദയയോടെ എന്നെ നോക്കി. ഹി സെഡ് അദ്ദേഹം പറഞ്ഞു. ഹി വുഡ് ട്രൈ ഹിസ് ബെസ്റ്റ് അദ്ദേഹത്തിൻ്റെ കഴിവിൻ്റെ പരമാവധി ശ്രമിക്കാമെന്ന് അദ്ദേഹം പറഞ്ഞു. ഫോർ 4 days 4 ദിവസത്തോളം ഐ സ്റ്റേഡ് ഞാൻ നിന്നു. ബിസൈഡ് അരികെ. ബിസൈഡ് എഡ്വാർഡ്സ് ബെഡ് എഡ്വാർഡിൻ്റെ ബെഡിൻ്റെ അടുത്ത് 4 ദിവസത്തോളം ഞാൻ നിന്നു. ഐ ഹെൽഡ് ഞാൻ പിടിച്ചു. ഹിസ് ലിറ്റിൽ ഹാൻഡ് അവൻ്റെ ചെറിയ കൈ ഞാൻ പിടിച്ചു. ഐ സെഡ് ഞാൻ പറഞ്ഞു. യു ആർ മൈ ലിറ്റിൽ ഹീറോ എഡ്വാർഡ് നീ എൻ്റെ കുഞ്ഞുവീരനാണ്. യു മസ്റ്റ് ഫൈറ്റ് നീ ധൈര്യമായി പോരാടണം. ഹി വുഡ് ഓപ്പൺ ഹിസ് ഐസ് ആൻഡ് വിസ്പർ അവൻ അവൻ്റെ കണ്ണുകൾ തുറന്ന് മന്ത്രിക്കുമായിരുന്നു. വിസ്പർ എന്നാൽ മന്ത്രിക്കുക. മമ്മി പ്ലീസ് ഡോണ്ട് ലീവ് മീ എന്നെ ഉപേക്ഷിക്കരുത്. ടീയേഴ്സ് ഫിൽഡ് മൈ ഐസ് എൻ്റെ കണ്ണുകളിൽ കണ്ണുനീർ നിറഞ്ഞു. ഐ സെഡ് ഞാൻ പറഞ്ഞു. നെവർ ഒരിക്കലുമില്ല. മൈ ലവ് ഐ വിൽ സ്റ്റേ വിത്ത് യു ടിൽ മൈ ലാസ്റ്റ് ബ്രത്ത് എന്നാൽ ശ്വാസം എന്നുള്ള അർത്ഥമാണ്. ഐ വിൽ സ്റ്റേ ഞാൻ നിൽക്കും വിത്ത് യു നിൻ്റെ കൂടെ. ടിൽ എന്നാൽ അതുവരെ എന്നുള്ള അർത്ഥമാണ്. ടിൽ മൈ ലാസ്റ്റ് ബ്രത്ത് എൻ്റെ അവസാന ശ്വാസം വരെ ഞാൻ നിൻ്റെ കൂടെ ഉണ്ടായിരിക്കും. ദ ബിൽസ് ഗ്രൂ ഹയർ ബില്ലുകൾ വലുതായി, ബില്ലുകൾ വലിയ സംഖ്യയായി. ഐ വർക്ക്ഡ് ഞാൻ ജോലി ചെയ്തു. എക്സ്ട്രാ അവേഴ്സ് കൂടുതൽ മണിക്കൂറുകൾ ഞാൻ ജോലി ചെയ്തു. അറ്റ് ദ സലോൺ
സലോണിൽ ഞാൻ കൂടുതൽ മണിക്കൂറുകൾ ജോലി ചെയ്തു. ഐ ക്ലീൻഡ് ഞാൻ വൃത്തിയാക്കിയിരുന്നു ഫ്ലോർസ് അറ്റ് നൈറ്റ്. രാത്രി ഞാൻ തറകൾ വൃത്തിയാക്കിയിരുന്നു. ഐ ഡിഡിൻറ്റ് ഈറ്റ് ഫുഡ് ഞാൻ ഭക്ഷണം കഴിച്ചിരുന്നില്ല. മൈ ബോഡി ഗ്രൂ വീക്ക് എൻ്റെ ശരീരം ക്ഷീണിച്ചു. ബട്ട് എന്നാൽ ഐ കെപ്റ്റ് വർക്കിംഗ് ഞാൻ ജോലി ചെയ്തുകൊണ്ടേയിരുന്നു. ഐ ഹാഡ് ഓൺലി വൺ ഗോൾ ഗോൾ എന്ന ലക്ഷ്യം എനിക്ക് ഒരു ലക്ഷ്യം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ടു സേവ് മൈ ചൈൽഡ് എൻ്റെ കുട്ടിയെ രക്ഷിക്കുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യം മാത്രമായിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത്. വീക്സ് പാസ്ഡ് ആഴ്ചകൾ കടന്നുപോയി. എഡ്വാർഡ്സ് കണ്ടീഷൻ ബിക്കെയിം വേഴ്സ് വേഴ്സ് എന്നാൽ മോശപ്പെട്ട എന്നുള്ള അർത്ഥമാണ്. എഡ്വാർഡിൻ്റെ അവസ്ഥ മോശമായതായി തീർന്നു. ബിക്കെയിം വേഴ്സ് മോശമായതായി തീർന്നു. വൺ നൈറ്റ് ഒരു ദിവസം രാത്രി ദ ഡോക്ടർ ടോൾഡ് മീ ഡോക്ടർ എന്നോട് പറഞ്ഞു ദാറ്റ് എഡ്വാർഡ്സ് ബോഡി വാസ് ടു വീക്ക് എഡ്വാർഡിൻ്റെ ശരീരം വളരെ ക്ഷീണിച്ചിട്ടുണ്ടെന്ന് ഒരു ദിവസം രാത്രി ഡോക്ടർ എന്നോട് പറഞ്ഞു. മൈ ഹാർട്ട് ബ്രോക്ക് എൻ്റെ ഹൃദയം വേദനിച്ചു. ഐ കുഡ് നോട്ട് ബ്രീത്ത് എനിക്ക് ശ്വാസമെടുക്കാൻ സാധിച്ചില്ല. ഐ കുഡ് നോട്ട് എനിക്ക് സാധിച്ചില്ല. ബ്രീത്ത് എന്നാൽ ശ്വാസമെടുക്കുക. എനിക്ക് ശ്വാസമെടുക്കാൻ സാധിച്ചില്ല. ബട്ട് പക്ഷേ ഐ സ്മൈൽഡ് അറ്റ് എഡ്വാർഡ് ഞാൻ എഡ്വാർഡിനെ നോക്കി പുഞ്ചിരിച്ചു. ഐ ഡിഡ് നോട്ട് വാണ്ട് ഹിം ടു സീ മൈ ടിയേഴ്സ് ടിയേഴ്സ് എന്നാൽ കണ്ണുനീർ. എൻ്റെ കണ്ണുനീർ അവൻ കാണുന്നത് ഞാൻ ഇഷ്ടപ്പെട്ടിരുന്നില്ല. ഐ ഡിഡ് നോട്ട് വാണ്ട് എനിക്ക് വേണ്ടിയിരുന്നില്ല, ഞാൻ താല്പര്യപ്പെട്ടിരുന്നില്ല. ഹിം ടു സീ മൈ ടിയേഴ്സ് എൻ്റെ കണ്ണുനീർ അവൻ കാണുന്നത് ഞാൻ ഇഷ്ടപ്പെട്ടിരുന്നില്ല, എനിക്ക് കാണേണ്ടിയിരുന്നില്ല. ഐ സെഡ് ടു ഹിം ഞാൻ അവനോട് പറഞ്ഞു എവറിത്തിങ് വിൽ ബി ഓക്കെ എല്ലാം ശരിയാകും. ദാറ്റ് നൈറ്റ് അന്ന് രാത്രി ഐ സ്റ്റേഡ് അവൈക്ക് ഹോൾഡിങ് ഹിം അവനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഞാൻ ഉറങ്ങാതെ കിടന്നു. സ്റ്റേ അവൈക്ക് എന്നാൽ ഉറങ്ങാതെ കിടക്കുക എന്നുള്ള അർത്ഥമാണ്. ഐ കിസ്ഡ് ഹിസ് ഫോർഹെഡ് ഞാൻ അവൻ്റെ നെറ്റിയിൽ ഉമ്മ വെച്ചു. എഗെയിൻ ആൻഡ് എഗെയിൻ വീണ്ടും വീണ്ടും ഞാൻ അവൻ്റെ നെറ്റിയിൽ ഉമ്മ വെച്ചു. ഐ ഹെൽഡ് സ്മോൾ ഹാൻഡ് ഞാൻ അവൻ്റെ ചെറിയ കൈ പിടിച്ചു. ആൻഡ് പ്രേഡ് ടു ഗോഡ് അവൻ്റെ ചെറിയ കൈ പിടിച്ചുകൊണ്ട് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ഗോഡ് ദൈവമേ ഗിവ് ഹിം മൈ സ്ട്രെങ്ത് എൻ്റെ ശക്തി അവന് നൽകൂ. ഗിവ് ഹിം മൈ ലൈഫ് എൻ്റെ ജീവൻ അവന് നൽകൂ. ദ നെക്സ്റ്റ് മോർണിംഗ് അടുത്ത ദിവസം രാവിലെ സംതിങ് സ്ട്രേഞ്ച് ഹാപ്പൻഡ് സ്ട്രേഞ്ച് എന്നാൽ വിചിത്രമായ, ഹാപ്പൻഡ് എന്നാൽ സംഭവിച്ചു. അടുത്ത ദിവസം രാവിലെ വിചിത്രമായ ഒന്ന് സംഭവിച്ചു. ഐ ഫെൽറ്റ് ഡിസി ഡിസി എന്നാൽ അർത്ഥം തലചുറ്റൽ എന്നുള്ള അർത്ഥമാണ്. ഐ ഫെൽറ്റ് ഡിസി എനിക്ക് തലചുറ്റൽ അനുഭവപ്പെട്ടു. മൈ ബോഡി ബേൺ വിത്ത് ഫീവർ ഫീവർ എന്നാൽ പനി. പനി കാരണം എൻ്റെ ശരീരം ചൂട് പിടിച്ചു. മൈ ബോഡി ബേൺ വിത്ത് ഫീവർ. ഐ ഹാഡ് ബീൻ വർക്കിംഗ് ടു മച്ച് ഞാൻ കൂടുതലായി ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഈറ്റിംഗ് ടു ലിറ്റിൽ വളരെ കുറച്ചായിരുന്നു ഭക്ഷണം കഴിച്ചിരുന്നത്. ഐ ഫെൽ ഡൗൺ ബിസൈഡ് ഹിസ് ബെഡ് ഫെൽ ഡൗൺ എന്നാൽ വീണു എന്നുള്ള അർത്ഥം. ഐ ഫെൽ ഡൗൺ ഞാൻ വീണു. ബിസൈഡ് ഹിസ് ബെഡ് അവൻ്റെ ബെഡിന് അടുത്ത് ഞാൻ വീണു. ബിസൈഡ് എന്നാൽ അടുത്ത്, അരികെ. ദ നേഴ്സസ് ക്വിക്ക്ലി കെയിം ടു ഹെൽപ്പ് മീ ദ നേഴ്സസ് ക്വിക്ക്ലി നേഴ്സുമാർ പെട്ടെന്ന് കെയിം വന്നു ടു ഹെൽപ്പ് മീ എന്നെ സഹായിക്കാൻ പെട്ടെന്ന് നേഴ്സുമാർ വന്നു. ദേ സെഡ് അവർ പറഞ്ഞു ഐ വാസ് വെരി സിക്ക് എനിക്ക് നന്നായി രോഗം ബാധിച്ചിട്ടുണ്ടായിരുന്നെന്ന് അവർ പറഞ്ഞു. ബട്ട് പക്ഷേ ഐ ഡിഡ് നോട്ട് കെയർ ഞാൻ അത് ശ്രദ്ധിച്ചില്ല, ഞാൻ അതിന് ചെവി കൊടുത്തില്ല. ഐ ആസ്ക്ഡ് ഓൺലി വൺ തിങ് ഒരു കാര്യം മാത്രമാണ് ഞാൻ ആവശ്യപ്പെട്ടത്. പ്ലീസ് ഡോണ്ട് ലീവ് മൈ സൺ അലോൺ എൻ്റെ മകനെ തനിച്ചാക്കി വിടരുത്, എൻ്റെ മകനെ തനിച്ച് ഉപേക്ഷിക്കരുത്. അലോൺ എന്നാൽ തനിച്ച്, ഡോണ്ട് ലീവ് ഉപേക്ഷിക്കരുത്. മൈ കണ്ടീഷൻ ബിക്കെയിം വേഴ്സ് വേഴ്സ് എന്നാൽ വഷളായി എന്നുള്ള അർത്ഥമാണ്. എൻ്റെ അവസ്ഥ വഷളായതായി തീർന്നു. ബിക്കെയിം എന്നാൽ ആയിത്തീർന്നു, എൻ്റെ അവസ്ഥ വഷളായി. ദ ഡോക്ടേഴ്സ് ട്രൈ ടു ഹെൽപ്പ് മീ എന്നെ സഹായിക്കാൻ ഡോക്ടർമാർ ശ്രമിച്ചു. എൻ്റെ അസുഖം ഭേദപ്പെടുത്താൻ ഡോക്ടേഴ്സ് ശ്രമിച്ചു. ബട്ട് ഡീപ്പ് ഇൻ മൈ ഹാർട്ട് എൻ്റെ ഹൃദയത്തിനുള്ളിൽ, എൻ്റെ മനസ്സിനുള്ളിൽ ഐ ന്യൂ എനിക്ക് ബോധ്യമായിരുന്നു മൈ ടൈം വാസ് എൻഡിങ് എൻ്റെ മനസ്സിനുള്ളിൽ ഞാൻ മനസ്സിലാക്കിയിരുന്നു. ഐ ന്യൂ മൈ ടൈം വാസ് എൻഡിങ് എൻ്റെ സമയം അവസാനിക്കുകയാണെന്ന് ഞാൻ മനസ്സിലാക്കിയിരുന്നു. ഐ ലുക്ക്ഡ് അറ്റ് എഡ്വാർഡ് ഞാൻ എഡ്വാർഡിനെ നോക്കി. ലയിങ് വീക്ക് ബട്ട് അലൈവ് ക്ഷീണിച്ച് കിടക്കുകയാണ് പക്ഷേ അവൻ ജീവിക്കുന്നുണ്ട്, അവന് ജീവിച്ചിരിപ്പുണ്ട്. ലയിങ് വീക്ക് ബട്ട് അലൈവ് ക്ഷീണിച്ച് പക്ഷെ ജീവിച്ചിരിക്കുന്ന എഡ്വാർഡിനെ ഞാൻ നോക്കി. ഐ സെഡ് ടു മൈ സൺ ഞാൻ എൻ്റെ മകനോട് പറഞ്ഞു
എഡ്വാർഡ്, ലിസൺ ടു മീ. ഞാൻ പറയുന്നത് കേൾക്കൂ, എന്നെ ശ്രദ്ധിക്കൂ. യു മസ്റ്റ് ഗ്രോ സ്ട്രോങ്. നീ ശക്തിയുള്ളവനായിട്ട് വളരണം. യു മസ്റ്റ് ലിവ് ഹാപ്പിലി. നീ സന്തോഷത്തോടെ ജീവിക്കണം. പ്രോമിസ് മീ യു വിൽ ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ്. പ്രോമിസ് മീ എനിക്ക് വാക്കു നൽകൂ. യു വിൽ ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ്. നീ നിന്റെ കാര്യങ്ങൾ വളരെ നന്നായി നോക്കിക്കൊള്ളുമെന്ന് നീ എനിക്ക് ഉറപ്പ് നൽകൂ. ഹിസ് ഐസ് ഫിൽഡ് വിത്ത് ടിയേഴ്സ്. അവൻ്റെ കണ്ണുകൾ കണ്ണുനീർ കൊണ്ട് നിറഞ്ഞു. ഹി സെഡ്. അവൻ പറഞ്ഞു, ഐ പ്രോമിസ്. ഞാൻ വാക്കു നൽകുന്നു മമ്മി. വിത്ത് മൈ ലാസ്റ്റ് ബ്രത്ത്. എൻ്റെ അവസാന ശ്വാസമെടുത്തുകൊണ്ട് ഐ വിസ്പേർഡ്. ഞാൻ മന്ത്രിച്ചു. ഞാൻ പതുക്കെ പറഞ്ഞു, ഐ ലവ് യു. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. മൈ സൺ. എൻ്റെ മകനെ. ഓൾവേസ്. എപ്പോഴും ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ദെൻ എവറിത്തിങ് വെൻ ഡാർക്ക്. ശേഷം എല്ലാം ഇരുണ്ടതായി തീർന്നു. ഐ വാസ് ഗോൺ. ഐ വാസ് ഗോൺ എന്നാൽ ഞാൻ മരിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ള അർത്ഥം. ഐ ഹാഡ് ഡൈഡ്. ഞാൻ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. ബട്ട് മൈ ലവ്. പക്ഷേ എൻ്റെ സ്നേഹം സ്റ്റേഡ് വിത്ത് എഡ്വാർഡ്. പക്ഷേ എൻ്റെ സ്നേഹം എഡ്വാർഡിൻ്റെ കൂടെ നിന്നു. ദ ഡോക്ടേഴ്സ് ആൻഡ് നഴ്സസ് ടു കെയർ ഓഫ് ഹിം. ഡോക്ടർമാരും നേഴ്സുമാരും അവനെ പരിചരിച്ചു. ദ റിമെമ്പേർഡ് മൈ സാക്രിഫൈസ്. സാക്രിഫൈസ് എന്നാൽ ത്യാഗം. എൻ്റെ ത്യാഗം അവർ ഓർമ്മിച്ചു. അവർ ഓർമ്മിച്ചിരുന്നു. ദ ഗേവ്. അവർ നൽകി ഹിം അവന് ദ ബെസ്റ്റ് ട്രീറ്റ്മെൻറ്റ്. ട്രീറ്റ്മെൻറ്റ് എന്നാൽ ചികിത്സ. ദ ഗേവ് ഹിം ദ ബെസ്റ്റ് ട്രീറ്റ്മെൻറ്റ്. അവർ അവന് വളരെ നല്ല ചികിത്സ നൽകി. സ്ലോലി. സാവധാനം. എഡ്വാർഡ് ബിഗാൻ ടു റിക്കവർ. റിക്കവർ എന്നാൽ ഭേദമാകുക എന്നുള്ള അർത്ഥമാണ്. എഡ്വാർഡിൻ്റെ അസുഖം ഭേദമാകാൻ തുടങ്ങി. ഹി സർവൈവ്ഡ്. അവൻ അതിജീവിച്ചു. അവൻ രോഗത്തെ അതിജീവിച്ചു. ഇയേഴ്സ് ലേറ്റർ. വർഷങ്ങൾക്ക് ശേഷം. പീപ്പിൾ സെഡ്. ജനങ്ങൾ പറഞ്ഞു, ആളുകൾ പറഞ്ഞു. എഡ്വാർഡ് ഗ്രൂ. എഡ്വാർഡ് വളർന്നു. ഇൻ ടു എ കൈൻഡ് ആൻഡ് സ്ട്രോങ് മാൻ. ശക്തനായ അനുകമ്പയുള്ള ഒരു വ്യക്തിയായിട്ട് എഡ്വാർഡ് വളർന്നു എന്ന് ജനങ്ങൾ പറഞ്ഞു. ഹി ഓഫൺ ടോൾഡ് അതേഴ്സ്. അവൻ പലപ്പോഴും ഇടയ്ക്കിടെ മറ്റുള്ളവരോട് പറഞ്ഞിരുന്നു. എബൌട്ട് ഹിസ് മദർ. അവൻ്റെ അമ്മയെപ്പറ്റി അവൻ ഇടയ്ക്കിടെ മറ്റുള്ളവരോട് പറഞ്ഞിരുന്നു. ഹി സെഡ്. അവൻ പറഞ്ഞു, മൈ മദർ ഗേവ് എവരിത്തിങ് ഫോർ മീ. എനിക്ക് വേണ്ടതെല്ലാം എൻ്റെ അമ്മ എനിക്ക് നൽകി. ഷീ സേവ്ഡ്. അവൾ സംരക്ഷിച്ചു മീ എന്നെ ടിൽ ഹെർ ലാസ്റ്റ് ബ്രത്ത്. ലാസ്റ്റ് ബ്രത്ത് എന്നാൽ അവസാന ശ്വാസം. ടിൽ എന്നാൽ അതുവരെ. അമ്മയുടെ അവസാന ശ്വാസം വരെ അമ്മ എന്നെ സംരക്ഷിച്ചു. ഐ ലിവ് ടുഡേ. ഞാൻ ഇന്ന് ജീവിക്കുന്നു. ബിക്കോസ്. കാരണം. ബിക്കോസ് ഓഫ് ഹെർ ലവ്. അവളുടെ സ്നേഹം കൊണ്ടാണ് ഞാൻ ഇന്ന് ജീവിക്കുന്നത്. ഐ ലിവ് ടുഡേ ബിക്കോസ് ഓഫ് ഹെർ ലവ്. അവളുടെ സ്നേഹം കൊണ്ടാണ് ഞാൻ ഇന്ന് ജീവിക്കുന്നത്. ആൻഡ് ദാറ്റ് വാസ് ട്രൂ. അത് സത്യമായിരുന്നു. മൈ ബോഡി വാസ് ഗോൺ. എൻ്റെ ശരീരം പോയിട്ടുണ്ടായിരുന്നു. ഞാൻ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ മൈ ലവ് നെവർ ലെഫ്റ്റ് ഹിം. എൻ്റെ സ്നേഹം ഒരിക്കലും അവനെ ഉപേക്ഷിച്ചിരുന്നില്ല. എ മദേഴ്സ് ലവ്. ഒരു അമ്മയുടെ സ്നേഹം നെവർ ഡൈസ്. ഒരിക്കലും മരണപ്പെടുകയില്ല. ഒരു അമ്മയുടെ സ്നേഹം ഒരിക്കലും മരിക്കുകയില്ല.